നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. വഖഫ് നിയമ ഭേദഗതി ബിൽ നിയമമായി മാറിയതിന് പിന്നാലെ ക്രൈസ്തവ സഭകളുടെ സ്വത്തുകൾ നിയന്ത്രിക്കുന്ന ചർച്ച് ബിൽ സംബന്ധിച്ച ചർച്ചകളും രാജ്യത്ത് സജീവമായിരിക്കുകയാണ്. RSS മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ്സൈറ്റിലൂടെ പുറത്തുവന്ന ലേഖനം നിമിഷ നേരങ്ങൾ കൊണ്ട് പിൻവലിച്ചെങ്കിലും അണിയറ നീക്കങ്ങൾ ശക്തമാണെന്നാണ് ആരോപണം. ചർച്ച് ആക്ട് ബിൽ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി താനുമായി സംസാരിച്ചിരുന്നു എന്ന് അൽമായ മുന്നേറ്റം നേതാവ് ഷൈജു ആന്റണി വ്യക്തമാക്കി. ചർച്ച് ബില്ലിനെ പിന്തുണയ്ക്കണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. ചർച്ച് ആക്ടിന് വേണ്ടി നടക്കുന്ന വിവിധ ഗ്രൂപ്പുകളുമായി സുരേഷ് ഗോപി സംസാരിച്ചതായും ഒരു ചാനൽ ചർച്ചയിൽ വ്യക്തമാക്കി. ചർച്ച് ആക്ട് എത്രയും വേഗം നടപ്പിലാക്കാൻ സാധിക്കുമോ, അത് നടപ്പിലാക്കുന്നത് എങ്ങനെ, അതിന്റെ സങ്കീർണതകൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളാണ് JB കോശി കമ്മീഷനോട് സുരേഷ് ഗോപി ചോദിച്ച് മനസ്സിലാക്കിയതെന്നാണ് അറിയുന്നത്. ഈ സ്വത്തുക്കളുടെ ആകെ മൂല്യം ഏകദേശം 20,000 കോടി രൂപ വരും. ഇത് ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലകൾ സഭയെ ഒരു പ്രധാന പങ്കാളിയാക്കി മാറ്റുന്നു. 2012 കണക്കനുസരിച്ച് കത്തോലിക്ക സഭയ്ക്ക് 2457 ആശുപത്രി ഡിസ്പെൻസറികൾ, 240 മെഡിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജുകൾ, 28 ജനറൽ കോളേജുകൾ, 5 എഞ്ചിനീയറിംഗ് കോളേജുകൾ, 3765 സെക്കൻഡറി സ്കൂളുകൾ, 7319 പ്രൈമറി സ്കൂളുകൾ, 3187 നഴ്സറി സ്കൂളുകൾ എന്നിവ രാജ്യത്തെ വിദ്യാഭ്യാസ, ആരോഗ്യ, സംരക്ഷണ മേഖലകളിലായി ഉണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് അതിന്റെ ഭൂരിഭാഗം ഭൂമിയും ഏറ്റെടുത്തത്. 1927 ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യൻ ചർച്ച് ആക്ട് പാസാക്കി. ഇത് സഭയ്ക്ക് വലിയ തോതിലുള്ള ഭൂമി ഗ്രാന്റുകൾക്ക് സൗകര്യമൊരുക്കിയെന്നും ലേഖനത്തിൽ പറയുന്നു. സുരേഷ് ഗോപി തൃശൂരിൽ ഇക്കുറി മത്സരിക്കുന്നതിന് മുമ്പ് ചർച്ച് ആക്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് ഏതാനും KCRM വക്താക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഏകീകൃത സിവിൽ കോഡിന്റെ ഭാഗമായി കത്തോലിക്ക സഭയുടെ സ്വത്തുകൾ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കപ്പെടുന്ന കാലം വിദൂരമല്ലെന്നും അദ്ദേഹം പലരോടും സംസാരിച്ചിരുന്നു എന്നുവെച്ചാൽ 2ാം മോദി സർക്കാർ വരുന്നതിന് മുന്നേ കത്തോലിക്ക സഭയുടെ സ്വത്തുക്കൾ സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിരുന്നു എന്നർത്ഥം. അത്തരം പഠനങ്ങളിൽ നിന്നും അവർക്ക് ഒരു കാര്യം വ്യക്തമായി: ചർച്ച് ആക്ട് അഥവാ ചർച്ച് ബില്ല് എന്നത് ദുർബലമായ ഒരു ബില്ല് മാത്രമാണെന്നും അത് ഏതാനും ഇടവകകളുടെ സ്വത്തിന്മേൽ ജനാധിപത്യപരമായ ചില ഭരണ സംവിധാനങ്ങൾ കൊണ്ടുവരും എന്നതിനപ്പുറം ഒന്നും ചെയ്യില്ല എന്നും അവർ തിരിച്ചറിഞ്ഞു. കത്തോലിക്ക സഭയുടെ സ്വത്തുക്കൾ ഏറിയ പങ്കും വിവിധ കോൺഗ്രിഗേഷനുകളുടെ കയ്യിലും സഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുമാണെന്നും ഷൈജു ആന്റണി പറയുന്നു. നിലവിലെ രാഷ്ട്രീയ, സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് ജ്ഞാനമില്ലാത്ത ഏതാനും ബിഷപ്പുമാരാൽ നയിക്കപ്പെടുന്ന ദുർബലമായ ഒരു സംവിധാനം മാത്രമായി കത്തോലിക്ക സഭകൾ അധപ്പതിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് സഭാ സ്വത്തുക്കൾ നിയന്ത്രിക്കാൻ ഉതകുന്ന ഒരു സർക്കാർ സംവിധാനം രൂപപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സഭ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നു തന്നെയാണ് തന്റെ അഭിപ്രായമെന്നും ഷൈജു പറയുന്നു. എന്നാൽ അത് എന്തു രാഷ്ട്രീയമായിരിക്കണം എന്നതിൽ വ്യക്തത വേണം. സഭ പിന്തുടരേണ്ടത് ക്രിസ്തുവിന്റെ രാഷ്ട്രീയമാണ്. അതാകട്ടെ അധികാരത്തോട് സമരസപ്പെട്ട് അടിമവൽക്കരണത്തിന് തലകുനിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയമായിരുന്നില്ല. തന്റെ നിലപാടുകൾക്ക് വേണ്ടി കുരിശുമരണത്തിന് തയ്യാറായവന്റെ രാഷ്ട്രീയം പിന്തുടരുക എന്നത് അത്ര എളുപ്പവുമല്ല. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.